ഇവൻ ഇത്ര ശ്രദ്ധ കൊടുത്ത് കേൾക്കുന്നത് ക്ലാസ് അല്ല. ക്ലാസ്സിൽ ഇരുന്നോണ്ടിരിക്കുമ്പോ ആ സ്പീക്കറിന് എന്തോ ഒരു സൗണ്ട് വന്നു. നോക്കുമ്പോ ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു, ബോട്ടണി ഡിപ്പാർട്ട്മെന്റിന്റെ എന്തോ പരിപാടി ആടെ നടക്കുന്നുണ്ട്. എന്നാ പിന്നെ അത് കണ്ടിട്ട് തന്നെ കാര്യം എന്ന് വെച്ചിട്ട് നമ്മളിപ്പോ അങ്ങോട്ടൊക്കെ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ആടെ എത്തുമ്പോ പിള്ളേരെല്ലാം കൂടി എന്തെല്ലോ സെറ്റപ്പ് ആക്കി വെക്കുന്നുണ്ട്, എന്തെല്ലോ ചെടികളെല്ലാം കാണുന്നുണ്ട്. എന്താ പരിപാടിന്ന് കുറച്ച് കഴിയുമ്പോ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഇപ്പൊ ഈടത്തെ എല്ലാം സെറ്റാക്കി വെക്കുന്ന സമയമാണ്. ഇത് കുറച്ച് കഴിയുമ്പോ എല്ലാം റെഡി ആയിട്ട് കാണാൻ പാകത്തിൽ എല്ലാം സെറ്റാക്കി വെക്കും. അന്നേരം നമുക്കിത് കാണാം. ഈടുന്ന് ഈ കുറച്ച് സമയം കൊണ്ട് ഇതെല്ലാം കണ്ടപ്പോ എനിക്ക് മനസ്സിലായത്, ഇവർ ഓരോരുത്തരും ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് തന്നെ ഓരോ വർക്കും അത്രയും നീറ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഇവർ ഇടുന്ന് പലതരത്തിലുള്ള ചെടികളും പൂക്കളെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് സെറ്റ് ആക്കുന്നുണ്ട് കേട്ടാ. ഈട ഈ ചെടികൾ മാത്രല്ല, പിന്നെ ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ട്. ഈടെ കാണുന്നില്ലേ, വൈറ്റ് ട്രഡീഷണൽ ഫുഡ് ഈസ് ഹെൽത്തി എന്നുള്ള ഒരു ചാർട്ടെല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥികളായതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി വലിയ അറിവില്ല. എന്നാ പിന്നെ അതിലുള്ള ആളോട് തന്നെ ചോദിക്കാം. അപ്പോ ബോട്ടണിയിലുള്ള ഒരാളോട് ചോദിച്ചപ്പോ ഓക്കെ ക്യാമറ കാണുമ്പോ ചിരി വരും. അങ്ങനെ ആ ക്യാമറ കാണുമ്പോ ചിരി വരാത്ത ഒരാള് നമുക്ക് ഇതിനെപ്പറ്റി എല്ലാം പറഞ്ഞു. അതല്ലേ നല്ലത്, ഞാൻ പറഞ്ഞ കൊളാക്കണ്ടല്ലോ. എന്നാ പിന്നെ നിങ്ങൾ കേക്ക്. നമ്മുടെ നിർമ്മല കോളേജിലെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഒരു എക്സിബിഷൻ ആണ്. അതായത് പ്ലാന്റ്സ്, ക്രിയേറ്റിവിറ്റി ഇതൊക്കെ വെച്ചിട്ട് നടത്തുന്നതാണ്. പലതരം ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഫുഡ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ ആൻജിയോസ്പേം ഉണ്ട്, ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, മെഡിസിനൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ട് മിക്സ് ഒരു പ്ലാന്റ്സിന്റെ എല്ലാ ക്രിയേറ്റിവിറ്റി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയൊരു സംഭവമാണ്. ഇപ്പൊ നിങ്ങൾക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവല്ലോ. അപ്പൊ ഇതാ ഈടെ ഓള് പറഞ്ഞ പോലെ തന്നെ കുറെ മെഡിസിനൽ പ്ലാന്റ്സും എല്ലാം ഉണ്ട്. അത് ഓരോന്നും കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഇയേഴ്സ് ബോട്ടണി ഡിപ്പാർട്ട്മെന്റും ഭൂമിത്ര സേനയും കൂടിയിട്ടാണ് ഈ പരിപാടി ഈടെ നടത്തുന്നത്. ഈട ഒരുപാട് കാണാനുണ്ട്, അതേപോലെ തന്നെ ആസ്വദിക്കാനും കുറെ ഉണ്ട്. അതോടൊപ്പം ഒരുപാട് പുതിയ അറിവുകളും നമുക്ക് ഈടുന്ന് ഇത് കണ്ടിറങ്ങിയതിനു ശേഷം കിട്ടീനെ. നേരത്തെ ആ ചാർട്ടിൽ കണ്ട പോലെ ട്രഡീഷണൽ ഹെൽത്തി ഫുഡാണ് ഈടുന്ന് കൊടുക്കുന്നതെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. കാരണം ആ ബാക്കിലുള്ളവനെ കണ്ട ഓൻ ഒരു ഹെൽത്തി കൂട്ടനാ, ഓനെല്ലാം നോക്കിയിട്ടേ കഴിക്കും. അപ്പൊ നമുക്ക് ഉറപ്പിക്കാലോ. കുറെ ഐറ്റംസ് ഇനിയും ഇവിടെ ഉണ്ടേനു, പക്ഷെ ഈടെ നല്ല തിരക്കായതുകൊണ്ട് എനക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മള് വീട്ടിലേക്ക് പോകാൻ ബസ് കയറി. മനുഷ്യനെ കാലെടുത്ത് കുത്താൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണല്ലോ ഈ സ്വാമി ഇവിടെ ഗ്രില്ല് വരച്ച് വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ മനുഷ്യൻ നടക്കണ്ടേ? വേണ്ട, ചവിട്ടണ്ട. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ കെ ജോസ്. അപ്പൊ ഓക്കെ ബൈ.